അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പുണ്യ റജബിലെ പരിശുദ്ധമായ രണ്ടാമത്തെ രാവിലാണ് നമ്മളുള്ളത് അല്ലേ? പുണ്യ റജബിലെ രണ്ടാമത്തെ രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ തൃപ്തി കിട്ടാൻ നമുക്ക് ഈ ദിക്റുകൾ ചൊല്ലിയിട്ട് കൈ ഉയർത്തണം. അള്ളാഹു നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്തു തരട്ടെ. ഈ പരിശുദ്ധമായ റജബിൻ്റെ മുഴുവൻ പോരിശയും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. നമ്മൾ സ്വബാഹുൽ ഖൈറിൽ ഹംദ് പഠിക്കുന്നത് കേവലം ആ നിമിഷം ഹംദ് പറയാൻ വേണ്ടി മാത്രമൊന്നുമല്ല, ലൈഫ് ലോങ് അൽഹംദുലില്ലാഹിലായിരിക്കണം. എൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞൊരു 11 തവണ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ബോധ്യത്തിലായി ജീവിക്കാൻ, സമാധാനം ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റജബിലെ ആദ്യത്തെ 10 വളരെയേറെ പ്രാമുഖ്യം നൽകി നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് ഉണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും പരിശുദ്ധൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരർത്ഥമുണ്ട്. അതെന്താ? എനിക്കൊരു പരിശുദ്ധിയില്ല, പരിശുദ്ധിയുള്ളവൻ ആര് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്. അപ്പോൾ ഈ ആദ്യ 10 റജബിൽ ആദ്യ 10 ചൊല്ലേണ്ട തസ്ബീഹ് മനസ്സറിഞ്ഞൊരു 33 തവണ ഒന്ന് ചൊല്ലിക്ക്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 سبحان الحي القيوم، 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 سبحان الحي القيوم. ഈ തസ്ബീഹിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. തസ്ബീഹുകൾ എപ്പോഴും അധികരിപ്പിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹി തംല ഉൽ മീസാൻ, മീസാൻ എന്ന തുലാസിന് ഭാരം കൂട്ടും. മാത്രമല്ല ഖൽബിൽ സന്തോഷം തരും. പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കാൻ തസ്ബീഹ് മതി എന്നാണ്. പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. കാരണം എന്താ? എല്ലാ സ്തുതിക്കും അർഹനായ, എല്ലാ പരിശുദ്ധിക്കും അർഹനായ അള്ളാഹുവാണ് എൻ്റെ നാഥൻ. എനിക്കൊരു പരിശുദ്ധിയില്ല, പക്ഷേ ഞാൻ ആ പരിശുദ്ധിയുള്ള റബ്ബിൻ്റെ അടിമയാണെന്നുള്ള ബോധ്യം നമ്മിലേക്ക് എത്തുമ്പോൾ സമാധാനം കിട്ടും, ഈമാൻ അവിടെ കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പുണ്യ റജബിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള 2 സൂറത്തുകളുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹ. വളരെയേറെ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് സാധിപ്പിച്ചു തരും. പരിശുദ്ധ ഖുർആൻ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. അതല്ലേ ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ.
ഓതല്ലേ നമുക്ക്. ഓതാൻ പറ്റാത്ത സഹോദരിമാരിങ്ങനെ അവരിങ്ങനെ കൽബിൽ ഓതാമല്ലോ, കൽബിൽ ചിന്തിക്കുക ഫാത്തിഹയെക്കുറിച്ച്, കേൾക്കാം. അതൊക്കെ ഭയങ്കര പ്രത്യേകതയുള്ള ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമാണ്. മെൻസ്ട്രൽ പീരീഡിൽ ഖുർആൻ ഓതാൻ പാടില്ല വായ കൊണ്ട്, പക്ഷെ കേൾക്കാം. അപ്പോൾ കേൾക്കാം എന്നല്ല, കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കൽബ് കൊണ്ട് ഓതാല്ല, വായ കൊണ്ട് ഓതാതിരുന്നാൽ മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഖുർആനികമായ ബന്ധം എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. 7 തവണ സൂറത്തുൽ ഫാത്തിഹ എന്നോദിക്കെ. ഇതൊക്കെ ഇതിൻ്റെ മിസ്ല സവാബ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ ഉമ്മ മരിച്ചവരുണ്ട്, ബാപ്പ മരിച്ചവർ, സഹോദരങ്ങൾ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കള്, അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ്, അയൽപ്പക്കത്തുള്ളവർ, സുഹൃത്തുക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ശിഷ്യകൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ബന്ധങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടോ അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ആരംഭപ്പുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഇതിന്റെ മിഥ്ല സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ ഫാത്തിഹ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ മിസ്ല് സവാബ് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ എല്ലാ മഹത്തുക്കളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകളുടെയും ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ പലരുടെയും ബാപ്പയും ഉമ്മയും എല്ലാം ഖബറിലാണ്, കുടുംബാദികൾ ഖബറിലാണ്, വേണ്ടപ്പെട്ടവർ ഖബറിലാണ്. അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്, സുരക്ഷിതത്വം നീ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ പുണ്യ റജബിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മനസ്സിന് സമാധാനം കിട്ടാൻ, മനസ്സിലെ വിഷമങ്ങൾ നീങ്ങാൻ, സങ്കടങ്ങൾ അല്ലാഹു നീക്കിത്തരാൻ സൂറത്തുൽ ഇഖ്ലാസ് മതി എന്നാണ്. നമുക്കൊരു 11 തവണ ഓതിയാലോ അല്ലേ? ഓതാൻ പറ്റാത്തവർ മനസ്സുകൊണ്ട് ഓതാ, കൽബ് കൊണ്ട് മാത്രം ചിന്തിച്ചു ഓത്, എന്നിട്ട് ചെവി കൊണ്ട് കേൾക്കുക. ഓതാൻ പറ്റുന്നവരൊക്കെ മനോഹരമായിട്ട് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഇഖ്ലാസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ പലരുടെയും മനസ്സുകൾ നീറുകയാണ് അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാഹ്. മക്കളെ കുറിച്ചോർത്ത്, ഭർത്താവിനെ കുറിച്ചോർത്ത്, കുടുംബ പ്രയാസങ്ങളോർത്ത്, വീടില്ലാത്തതിനെ കുറിച്ചോർത്ത്, മാരക രോഗങ്ങളെ കുറിച്ചോർത്ത് പലരും സങ്കടത്തിലാണ് അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കണ്ണുനീരെല്ലാം നീ തുടയ്ക്കണേ അല്ലാഹ്.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ഏത് പുണ്യരാവുകളിലും ഏത് മാസത്തിലും അള്ളാഹുവിനെ ഏറെ ഇഷ്ടം മുത്ത് ഹബീബിൻ്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഖസീദത്തുൽ ബുർദയുടെ അവസാന ഭാഗം, എത്ര വലിയ രോഗവും ശിഫയാകാൻ ഖസീദത്തുൽ ബുർദ മതി എന്ന്. ആ നിലക്ക് തന്നെ ഖസീദത്തുൽ ബുർദയുടെ അവസാനത്തെ ഭാഗം യാ അക്രമ ബൈത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. മനസ്സറിഞ്ഞ് നോക്കി, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ആലമീൻ യാ അക്രമ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമതകളും, മാരക രോഗങ്ങളും, വല്ല രോഗങ്ങളും പടച്ചോന്റെ ഖലായിലുണ്ടെങ്കിൽ, അങ്ങനെ വല്ല രോഗാണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ബുർദയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അതിനെയൊക്കെ തട്ടിക്കളയുമാറാകട്ടെ. അപ്പൊ നല്ല ബോധ്യത്തിൽ തന്നെ നമുക്കൊന്ന് യാ അക്രമ ബൈത്ത് ചൊല്ലാം. لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهج
هل ومنساجمي مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صبا وأطرب العساح للعيسي بالنعم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഹദിയ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പടച്ചോനെ, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല, സങ്കടങ്ങളെല്ലാം നീ അകറ്റണയല്ല. ഈ റജബിലും വരുന്ന ശഅബാനിലും റമളാനിലും ഒക്കെ നമുക്ക് ബർക്കത്ത് കിട്ടാൻ മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് ചൊല്ലിക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും അല്ലാഹുവിൻ്റെ കൂട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ മനസ്സറിഞ്ഞു ചൊല്ലൂ. ഹസ്ബി ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ,
ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. ഏത് പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഉള്ളതെങ്കിലും തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ മോചിപ്പിച്ചെടുത്ത അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. അള്ളാഹു സമാധാനം തരട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു തീർക്കട്ടെ. രാവിലെ 6 മണിക്ക് മുടങ്ങാതെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കണം. നമ്മുടെ എല്ലാ സദസ്സുകളും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഒരുപാട് ആളുകളെ നമ്മുടെ ഈ റസാ വ്ലോഗ്സിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളെ കൊണ്ട് നന്മ ചെയ്യിപ്പിച്ച പ്രതിഫലവും നമുക്ക് കിട്ടുമല്ലോ. അല്ലാഹു അതൊക്കെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ൽ സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, തിരുനോട്ടം നൽകണേ അല്ലാഹ്. പാപങ്ങളേറെ ചെയ്തു പോയവരാണ്, നീ പൊറുത്തു നൽകണേ അല്ലാഹ്. സങ്കടങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഈ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത സങ്കടങ്ങൾ അല്ലാതെ ഖൽബിൽ സങ്കടങ്ങൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ എല്ലാം നിനക്കറിയാമല്ലോ തമ്പുരാനെ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ്. ഞങ്ങളിൽ അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ അല്ലാഹ്, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാഹ്. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബന, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, മറ്റു പല മേഖലകളിലേക്കും പോകുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്. ജോലിയുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാഹ്. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, കടക്കണിയിൽ പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. യാ റബ്ബന, ഉള്ള സ്ഥലത്തൊരു വീട് വെക്കാൻ കൊതിക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞ് നിന്റെ മുമ്പിൽ കൈ ഉയർത്തുന്നവരുണ്ട് അല്ലാഹ്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഖൈറായ നിലക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്, പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചവരുണ്ട്. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്, സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്, വേദനകൾ നീക്കണേ അല്ലാഹ്. എത്ര മാരകമായ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം നീ അകറ്റണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാനിന് മുൻപ് ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. മദീന കാണാതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.